വീട്ടിലിരുന്നുകൊണ്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പുകൾ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗോട്ട് മിൽക്കില് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമുക്കിത് പിമ്പിൾസിനൊക്കെ വളരെ നല്ല സോപ്പാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതേ നമ്മുടെ സോപ്പ് ബേസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ബേസ് ആണ്. ഇത് നമുക്ക് SF ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് അപ്പൊ ഇതേ നമ്മുടെ സോപ്പ് ബേസ് നല്ല പോലെ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പൊ നമ്മുടെ ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ബേസ് നല്ല പോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നീമിന്റെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നീമിന്റെ എക്സ്ട്രാക്ട് നമുക്കൊരു 5 ml ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നീമിന്റെ എക്സ്ട്രാക്ട് 5 ml ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നീമിന്റെ എസെൻഷ്യൽ ഓയിൽ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നീമിന്റെ എസെൻഷ്യൽ ഓയിൽ ഒരു 3 തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ. ഒരു 4 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 2 ml ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾ ഗ്ലിസറിൻ. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 12 ml ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഗ്രീൻ കളറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗ്രീൻ കളർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് മോൾഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മോൾഡിലേക്ക് മാറ്റാം. ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 100 ഗ്രാമിനെക്കാട്ടും കുറച്ച് കൂടുതലുണ്ടാവും ഇതിലുണ്ടാക്കുന്ന സോപ്പുകൾ. അപ്പോൾ നമുക്ക് ഓരോ മോൾഡിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 മോൾഡിലേക്കുള്ള സോപ്പ് ബേസ് ആണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 5 മോൾഡിലും നിറയെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് ഒക്കെ നീക്കം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം നല്ല സെറ്റായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഫിനിഷിംഗ് ആയിട്ടാണ് നമ്മുടെ സോപ്പുകളെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ പതയും അതുപോലെ തന്നെ കട്ടിയുള്ള അടിപൊളി സോപ്പ് ബേസ് ആണ് നമ്മുടെ ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ബേസ്. പാരബൻ ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതാണ്. നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വരടിയത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് വേണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുതേ. ബൈ.